നമസ്കാരം. എല്ലാവർക്കും AstroDigit.gp ഹാർദമായ സ്വാഗതം. നമുക്ക് 8 എന്നൊരു സംഖ്യയെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ 8 എന്നുള്ളൊരു സംഖ്യ, അതിനോട് സാമ്യം വരുന്ന മറ്റു സംഖ്യകൾ, ഒന്ന് 17 മറ്റൊന്ന് 26. അപ്പോൾ എങ്ങനെയാണ് 8-ന് 17-നോട് സാമ്യം വരുന്നത്? 17-ന് 1 + 7, 26-ന് 2 + 6. അപ്പോൾ 8 എന്നുള്ള സംഖ്യയോട് 17-നും 26-നും ഏറെക്കുറെയൊക്കെ സാമ്യതകൾ ഉണ്ടായിരിക്കും സ്വഭാവത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തിൽ 8 ഡേറ്റായി വരുന്നവരും 17 ഡേറ്റായി വരുന്നവരും 26 ഡേറ്റായി വരുന്നവർക്കൊക്കെ തന്നെ സ്വഭാവങ്ങൾ ഏറെക്കുറെയൊക്കെ സാമ്യത വരുമെന്നുള്ളൂ. അപ്പോൾ 8 എന്നുള്ളൊരു സംഖ്യ പ്രതിദാനം ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ശനിയാണ്. അപ്പോൾ 8, 17, 26 എന്ന ഡേറ്റിൽ ജനിച്ചവരുടെ സ്വഭാവ രീതികൾ നമുക്ക് നോക്കാം. ഇവർക്കെല്ലാം തന്നെ ഉയർന്ന മനോബലം, ഉറച്ച വ്യക്തിത്വമുള്ളവരാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ്. സ്വന്തം വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പിന്നെ മനസ്സിലുള്ളത് പുറത്തേക്ക് പ്രകടിപ്പിക്കാറില്ല എന്നുള്ളത് ഇവരുടെ ഒരു സവിശേഷതയാണ്. പിന്നെ ഈ അനുകമ്പ കാണിക്കുന്നത് ഇവർ പരസ്യമായി പ്രകടിപ്പിക്കാറില്ല. ഇപ്പോൾ ആർക്കെങ്കിലും ഡൊണേഷൻ കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആരോടെങ്കിലും അനുകമ്പ തോന്നിയിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതിനോട് എല്ലാ കാര്യങ്ങളും ഇവർ പുറമെ പ്രകടിപ്പിക്കാറില്ല. പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും അതവർ കാര്യമാക്കാറില്ല. പിന്നെ ഇവരുടെ ഒരു രീതി, ഇവരുടെ ജീവിതത്തിൽ എല്ലാം തന്നെ കുറച്ച് സ്ലോ ആയിട്ട് ഇവർക്ക് എത്തിപ്പെടുകയുള്ളൂ എന്നുള്ളത് ഒരു ന്യൂനതയാണ്. മറ്റുള്ളവരെ ചിലവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ അവർക്ക് ഭാഗ്യങ്ങളുണ്ടാകുക എന്നുള്ളത് ഇവരുടെ കാര്യത്തിൽ അധികം കാണാറില്ല. എല്ലാത്തിനും ഒരു സമയമെടുക്കുമെന്നുള്ളതാണ്. ശനിയാണ് ഗ്രഹം, അതുകൊണ്ട് നമ്മളതിനെ മന്ദൻ എന്നാണ് പറയുക. വളരെ സ്ലോവിൽ ഇവർക്ക് ഇവരുടെ അച്ചീവ്മെൻറ്റുകളൊക്കെ എത്തിപ്പെടുവാൻ സാധിക്കാറുള്ളൂ. പിന്നെ ഇവർ പലരും സ്വന്തമായി ബിസിനസ് നടത്തുമ്പോൾ ഈ പറയത്തക്ക വിധത്തിലുള്ള ലാഭങ്ങൾ, അല്ലെങ്കിൽ അത് വളരെയധികം അങ്ങോട്ട് സക്സസ് ആകാവുന്ന രീതികളൊന്നും കാണാറില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായൊരു വ്യക്തിത്വം ഇവർക്കുണ്ട് എന്നതുകൊണ്ട് 8-ൻ്റെ ഏറ്റവും പവർഫുള്ളായ മന്ത് പറയുന്നത് ജനുവരി ടു ഫെബ്രുവരിയാണ്. അപ്പോൾ ഈ കാലയളവിൽ ജനിച്ചവർക്ക് ശനിയുടെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും, അല്ലാത്തവർക്ക് ഗുണഫലങ്ങൾ കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ ഏറ്റവും ഉച്ചമായ സ്ഥലം എന്ന് പറയുന്നത് തുലാം രാശിയാണ്. നീചം മേടം രാശിയാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ ദോഷ കാര്യങ്ങളൊക്കെ അകത്താൻ ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്.
ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയി നിങ്ങളുടെ നാളിൽ നീലാഞ്ചനം കത്തിക്കുന്നതും എല്ലാ ശനിയാഴ്ചകളിലും എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ശനിയുടെ ദോഷഫലങ്ങൾ അകറ്റാൻ വളരെ പ്രയോജനപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ 8ൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ലക്കത്തിൽ. നമസ്തേ.